ഋഷഭോപദേശവും ഭരതചരിതവും അധികരിച്ച് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരം എൻ്റെ പൂർവജന്മ സുഹൃതമായി ഞാൻ കരുതുന്നു. പുരാണേതിഹാസങ്ങളെ ഇഴകീറി പരിശോധിച്ച് അതിലമർന്നിരിക്കുന്ന കാലാതിവർത്തിയായ തത്വങ്ങളെ സാധാരണക്കാരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള മഹത്തായ ഒരു ഉദ്യമമാണ് ഈ ഭാഗവത തത്വദീക്ഷ സമീക്ഷ സത്രത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് മുടങ്ങാതെ ഇത്തരം ഒരു പരിപാടി നടത്തുക എന്ന ഭഗീരഥ പ്രയത്നം സാധിച്ചെടുക്കുന്ന സ്വാമി ഭൂമാനന്ദ തീർത്ഥയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു. ഭാരതം ഭരതൻ്റെ നാടാണ്. ഭരതൻ്റെ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നാട്. ഇത് മാത്രമല്ല ഭാരതം പ്രകാശത്തിൽ അഭിരമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതിനെ രാജ്യം എന്നതിൽ നിന്ന് രാഷ്ട്രം എന്ന തലത്തിൽ പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രകാശം യഥാർത്ഥത്തിൽ അറിവിൻ്റെ അഥവാ ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ. ആ ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും നല്ല സംഭാവന. കാരണം അത് നശിക്കാത്ത അനശ്വരമായ അറിവാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന് ഇപ്പോഴല്ല, പഴയ പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ എന്നേക്കാൾ മുതിർന്നവർ പഠിച്ചിട്ടുണ്ട്. ആ സംസ്കാരം ജ്ഞാനത്തിൽ അടിയുറച്ച് ധർമ്മത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുന്ന ആ സംസ്കാരം, ആ ജീവിത രീതി, ആ വീക്ഷണം, അതിൻ്റെ നൈരന്തര്യത്തിൻ്റെ ചൂട്ടുകറ്റയാണ് ഇവിടെ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അനുഷ്ഠിപ്പിലെ 2 വരി കൊണ്ട് ഒരുപക്ഷെ ഭാഗവതത്തെ ഒതുക്കാം. കാ ഭക്തി വാസ്തവീ ജ്ഞാനം വാസ്തവം കിം വിരാഗകം. അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് നടന്നു കയറുമ്പോൾ ആ മഹാപ്രസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുകയും അത് ലൗകികമായ ബന്ധങ്ങളോടുള്ള വൈരാഗ്യമായി പരിണമിക്കുകയും ചെയ്യേണ്ട മനുഷ്യൻ്റെ എക്കാലത്തെയും അവസാനത്തെ ആഗ്രഹം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും വേദഗ്രന്ഥങ്ങളിലെയും ഒക്കെ തത്വങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാശ്ചാത്യര് പുറം ലോകത്തിൻ്റെ ബാഹ്യലോകത്തിൻ്റെ അറിവിൻ്റെ മേഖലകളിലേക്ക് വ്യാപരിച്ചപ്പോൾ പുറം ലോകത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത് ആ അറിവിൽ നിന്ന് അകക്കണ്ണ് തുറന്ന് ആഴത്തിലേക്ക് അവനവനിലേക്ക് ഉറ്റുനോക്കി ഞാൻ ആര് എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചവരാണ് ഭാരതീയർ. അവരുടെ തത്വദർശനം ഋഷി പരമ്പരകൾ സമാഹരിച്ചെടുത്ത അറിവാണ്. തപസ്സിന്റെ തല പുകഞ്ഞാലോചിച്ച ഏകാഗ്ര ചിന്തയുടെ മുത്തും പവിഴവുമാണ് ഭാരതീയ വിജ്ഞാനത്തിന്റെ നുറുങ്ങുകൾ. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ മേഖലയായിട്ട് അത് മാറി. കാരണം അത് ഒരാളുടെ സംഭാവനയല്ല. തിരിച്ച് പാശ്ചാത്യമായ സെമറ്റിക് മതങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഒരു വ്യക്തിയുടെ മാത്രം മേധയിൽ നിന്നോ ചിന്തയിൽ നിന്നോ ഉരുത്തിരിഞ്ഞതാണ്. ഇതാണ് പാശ്ചാത്യ ദർശനവും ഭാരതീയ ദർശനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. നമ്മളാകട്ടെ നമ്മുടെ കർമ്മമേഖലകളെ പ്രത്യേകമായി ചിട്ടപ്പെടുത്തി ധാർമ്മികമായി മുന്നേറാനും പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീങ്ങാനും പരിചയിച്ചവരാണ്. കർമ്മത്തിന് ഫലമുണ്ട് എന്നത് ഉറപ്പാണ്. ദാഹം തീരുന്നുണ്ട് വെള്ളം കുടിച്ചാലെന്ന് ഭാരതത്തിൽ പറയുന്നത് പോലെ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ട്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ കർമ്മഫലം നമ്മളെ നിരന്തരം വേട്ടയാടുമ്പോൾ അത് നമ്മുടെ പുനർജന്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ പുനർജന്മങ്ങളുടെ ആവർത്തനത്തിൽ കിടന്ന് തത്രപ്പെടാതിരിക്കാൻ മോക്ഷം എന്ന് പറയുന്ന ഈശ്വര അവാപ്തിക്ക് വേണ്ടി ശ്രമിക്കുക എന്നത് ഭാരതീയൻ തൻ്റെ ധർമ്മവും കർമ്മവുമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിലേക്കും പിന്നീട് പുരാണ ഇതിഹാസങ്ങളിലേക്കും നമ്മുടെ വാങ്മയങ്ങള് ചേതോഹരങ്ങളായ രീതിയിൽ രൂപമാറ്റം ചെയ്യപ്പെട്ടത്. വേദങ്ങളിലെ ഗഹനമായ അറിവുകള് ഉപനിഷത്തുകളിൽ ഒരിത്തിരി ലഘൂകരിച്ചു, പക്ഷേ അതിനെ വളരെ ജനകീയമാക്കി ലളിതവൽക്കരിച്ചുകൊണ്ട് കഥകളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഭാരതത്തിന്റെ സ്വന്തം തിരിച്ചറിവുകൾ ഭാരതീയർക്ക് എക്കാലത്തേക്കും പകർന്നു നൽകാൻ നമ്മുടെ പൂർവികന്മാര് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഋഷഭ ചരിതത്തിൽ നമ്മൾ കാണുന്നത് തന്നെ മോക്ഷധർമാനുശാസനം എന്ന ഒരു ഭാഗമാണ്. വ്യാസന് ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴും 100 നാവാണ്. ഇതേ കാര്യങ്ങൾ നമ്മൾ ഗീതയിൽ കാണുന്നുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങളിലും മറ്റ് പ്രകരണങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ അത് വ്യാസമഹർഷിയുടെ വാക്കുകളാകുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഋഷഭൻ ഈശ്വരന്റെ അംശാവതാരമായിരുന്നു. ഋഷഭൻ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരിക്കണം. നാഭി മേരുദേവി എന്ന് പറയുന്ന ദമ്പതികൾ ഒരുപക്ഷെ ഏറ്റവും ദുഃഖിച്ചിട്ടുണ്ടാവുക അവർക്ക് അവരുടെ പാരമ്പര്യത്തെ പിന്തുടർന്നു കൊണ്ടുപോകാൻ അടുത്ത തലമുറയ്ക്കൊരു സന്തതിയില്ല എന്ന ദുഃഖമായിരുന്നു. ആ ദുഃഖത്തിന് അറുതി വരുത്താനാണ് നാഭിയും മേരുദേവിയും കൂടി യജ്ഞം നടത്തുന്നത്. ആ യജ്ഞത്തിൽ ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിച്ചു എന്നതുപോലെ യജ്ഞ സ്വരൂപനായ ഈശ്വരൻ അവതരിക്കുകയാണ്. അദ്ദേഹത്തെ സ്തുതിച്ച ഋത്വിക്കുകള് ആ ഈശ്വരനോട് അപേക്ഷിക്കുകയാണ്, ഭവാദൃശിയും പ്രജാം, അങ്ങയെപ്പോലുള്ള ഒരു പുത്രനെ ഈ രാജാവിന് നൽകണേ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, എന്നോട് സദൃശനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ ഞാൻ തന്നെ അവതരിക്കുന്നു. ഇത് കഥയുടെ തുടക്കമാണ്. അപ്പോൾ നമ്മുടെ ഋഷഭ ഉപദേശം തന്നെ തുടങ്ങുന്നത് ആദ്യം സന്തതി എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ്. സന്തതി സന്തതം നിലനിർത്തുന്നതാണ് നമ്മുടെ കണ്ണികളെ, നമ്മുടെ പൂർവ്വ പരമ്പരകളെ, നമ്മുടെ സംസ്കാരത്തിന്റെ പരമ്പരയെ ഇതിനെ മുഴുവൻ തലമുറ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കാൻ സന്തതി എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സന്തതിയില്ലാത്ത ദുഷ്യന്തൻ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ വിലപിക്കുന്നുണ്ട്. അസ്മൽ പരമ്പത യഥാശ്രുതി സംവിധാനി കോനക്കുലേ നിവപനാനി കരിഷ്യതീതി നൂനം പ്രസൂതി വികലേന മയാ പ്രസിക്തം ധൗതാശ്രുശേഷമുദകം പിതരപ്പിബന്തി. എനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഞാൻ തരുന്ന പിതൃതർപ്പണം എനിക്ക് ശേഷം ആര് തരും എന്ന ആധിയോടുകൂടിയാണ് എൻ്റെ പിതൃക്കൾ കൈക്കൊള്ളുന്നത് എന്ന ദുഃഖം. അതാണ് അനപത്യതയുടെ ദുഃഖം. ഇനി സ്ത്രീയുടെയും പുരുഷന്റെയും പൂർണ്ണത, സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്. അവരുടെ പൂർണ്ണതയോ ശിവശക്തി ഐക്യമാണ്. ആ ശിവശക്തി ഐക്യത്തിലേക്ക് സ്ത്രീ പുരുഷ ഐക്യം ദൈവീകമായ ഒരു രീതിയിൽ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കുമാര സംഭവമാണ്. ഏത് തരത്തിലായാലും സന്തതി അനിവാര്യമാണ്. കാരണം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സന്തതിയിലൂടെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാരിലെ ദൈവീക ചൈതന്യമാണ് അവരുടെ കുഞ്ഞ് ആയി രൂപപ്പെടുന്നത്. മാത്രവുമല്ല, യജ്ഞം നടത്തി ലഭിക്കുന്ന കുഞ്ഞ് ഈശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്ന പ്രജയാണ്. സ്വാഭാവികമായും ആ കുട്ടി ഒരു സൽപുത്രനായിട്ട് മാറുകയാണ്. ഇതുകൊണ്ടാണ് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഗർഭിണികളോട് പറയും, കുട്ടി വയറ്റത്ത് കൈ വെച്ച് നമശിവായ എന്ന് പറഞ്ഞിട്ട് നടക്കണം കേട്ടോ. ഭജന നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് ഗർഭിണികളെ വിടും. ഇതൊക്കെയാണ്. കുട്ടി ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ പോരാ, കുട്ടി നല്ല കുട്ടിയാകണം. പുത്രം കുലസ്യ ഭുവനസ്യ ച രക്ഷിതാരം എന്നാണ്. അങ്ങനെ ലോകത്തെയും കുലത്തിനെയും രക്ഷിക്കുന്ന മകനെയാണ് യശോദ പോലും ആഗ്രഹിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സന്തതിയുടെ വൈശിഷ്ട്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സന്തതി എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ഈശ്വരന്റെ അവതാരമായിട്ട്. സ്വാഭാവികമായും അലൗകികമായ തേജസ്, അത്യുഗ്രമായ പ്രഭാവം, ശ്രേഷ്ഠൻ എന്ന് കാഴ്ചയ്ക്ക് തന്നെ തോന്നിക്കുന്ന സർവ്വലക്ഷണങ്ങളുമൊത്ത ഒരു കുമാരന് ശ്രേഷ്ഠൻ എന്ന അർത്ഥം വരുന്ന ഋഷഭൻ എന്ന പേര് എന്തുകൊണ്ടും യോജിക്കുന്നതുമായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ കാണിക്കുന്ന ദിവ്യമായ ഒരു അനുഭവമുണ്ട്. ദേവേന്ദ്രന്റെ കോപം കൊണ്ട് മഴയില്ലാതിരുന്ന ആ രാജ്യത്ത് അദ്ദേഹം മഴ വർഷിപ്പിക്കുകയാണ്. പുതിയ ആധുനികന്മാർക്ക് നിഷേധികൾക്കും വേണമെങ്കിൽ ഇതൊരു മാജിക് അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ ഒരു മഴ വർഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ അസ്തിത്വം തന്നെ അവിടെ നിലനിർത്തുന്നത്. എന്താണ് മഴയുടെ പ്രത്യേകത? മഴ ഉർവരതയുടെ പ്രതീകമാണ്.
മഴ സർഗാത്മകതയുടെ പ്രതീകമാണ്. മഴ നന്മയുടെയും മുളയുടെയും പ്രതീകമാണ്. മഴയിലൂടെയാണ് നമ്മുടെ ഈ പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നേറുന്നത്. സ്വാഭാവികമായും തന്റെ ജന്മത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ താൻ വളരെ സർഗാത്മകമായ ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നു. ആ രാഷ്ട്രത്തിന്റെ ഭൗതിക ഐശ്വര്യം ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മത്തെയും കർമ്മത്തെയും മുറുകെ പിടിച്ച് ധർമ്മ വിധിയിലൂടെ ജീവിച്ച് ഭാരതം കർമ്മഭൂമിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കർമ്മത്തിലൂടെ ധർമ്മത്തെ തിരിച്ചെടുക്കാനുള്ള തൻ്റെ സിംഹാസനാവരോഹണം ഋഷഭൻ നടത്തുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ഋഷഭന്റെ പ്രത്യേകത. ഋഷഭൻ വിവാഹം കഴിക്കുന്നു. ഇന്ദ്രനെ എതിർത്തിട്ടാണ് മഴ പെയ്യാതിരുന്നത്. അതേ ഇന്ദ്രൻ തന്നെയാണ് പിന്നീട് ഇദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെ പോലും നൽകുന്നത്. മഴയോടൊപ്പം തന്നെ പിന്നീട് കിട്ടുന്ന അദ്ദേഹത്തിന് ഭാര്യ. ആ ഭാര്യ ജയന്തി എന്ന് പറയുന്ന ഭാര്യ, അവർക്ക് ഉണ്ടാകുന്നതോ 100 മക്കള്. ഋഷഭോപദേശത്തിലേക്ക് കടക്കുന്നതിന് ഈ പശ്ചാത്തലത്തിലേക്ക് 100 മക്കള്. വീരമാതാവ് വിയർപ്രസൂ എന്നൊക്കെയാണ് പഴയ സങ്കല്പങ്ങള്. ഇന്ന് നമ്മൾ കുട്ടികൾ വേണ്ടേ വേണ്ട എന്ന് പറയും. ഗുജറാത്തിലെ പണ്ട് ചിദാനന്ദപുരി സ്വാമി ഒരിക്കൽ പറയണ്ടായി, ഗുജറാത്തിൽ നടക്കുമ്പോൾ ഒരു പൊടി പിടിച്ച ലോറി, ഈ ലോറിയിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ ഒരു പരസ്യം, 1 ഫാമിലി 1 ചൈൽഡ്, ഒരു കുടുംബം ഒരു കുട്ടി. ഏതോ ഒരു വിരുദ്ധൻ അതിൻ്റെ പൊടിയിമ്പില് കയ്യോണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ഹിന്ദുസ് ഓൺലി എന്ന്, ഹിന്ദുക്കൾക്ക് മാത്രം. ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര മക്കൾ ഉണ്ടാകും എന്ന ആർജവത്തിൽ നിന്ന് എത്ര മക്കൾ ഉണ്ടാകാതെ ഇരിക്കാം എന്ന നിലയിലേക്കാണ് നമ്മൾ ഇന്ന് കൂപ്പുകുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു മൈനോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ പറയുന്ന കാര്യമല്ല, എങ്കിലും സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഋഷഭൻ തൻ്റെ വിധിപ്രകാരമുള്ള യാഗങ്ങൾ നടത്തുന്നു, രാഷ്ട്രപരിപാലനം നിർവഹിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബ്രഹ്മാവർത്തത്തില് മഹർഷിമാർ സമ്മേളിച്ച വളരെ മാന്യമായ സമാദരണീയമായ ഒരു സദസ്സിൽ തൻ്റെ പുത്രന്മാർക്ക് ഉപദേശം കൊടുക്കുകയാണ് മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ. ആ ഉപദേശമാണ് മോക്ഷധർമാനുശാസനമായിട്ട് നമ്മൾ പ്രകീർത്തിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ മക്കളിലൂടെ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുന്നത് ദുർലഭം മാനുഷജന്മം, വളരെ വിഷമിച്ച് കിട്ടുന്ന മനുഷ്യജന്മം, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരിക്കണം. ഇതൊരു വീണ്ടും വിചാരത്തോടെ യുക്തിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. എന്തായിരിക്കണം മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത? മൃഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? യാതൊരു ലക്കും ലഗാനുവും ഇല്ലാതെ ഇഷ്ടപ്രകാരം നിന്ന് ഇഷ്ടപ്രകാരം നടന്ന് ഇഷ്ടപ്രകാരം ഓടി ഇഷ്ടപ്രകാരം ഇണചേർന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അവരെ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു മേധയോ ബുദ്ധിയോ വിവേകമോ അവർക്കില്ല. സ്വാഭാവികമായും മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന, മനുഷ്യനെ ഉത്തമ പുരുഷനാക്കി മാറ്റുന്ന ചില ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. അതാണ് അവന്റെ ബുദ്ധി, അവന്റെ ബുദ്ധിശക്തി, അവന്റെ വിവേകം. ആ ബുദ്ധിശക്തിയും വിവേകവും ചിന്തയും ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തെ എങ്ങനെ സുരഭിലമാക്കാം, എങ്ങനെ അനശ്വരമായ സുഖത്തെ തൻ്റേതാക്കി മാറ്റാം, ഈ ചോദ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒക്കെ മുന്നിൽ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യം. എങ്ങനെ നന്മയെ വീണ്ടെടുക്കാം, എങ്ങനെ സുഖകരമായ ഒരു ജീവിതം ഉണ്ടാക്കാം. എന്താണ് സുഖം എന്ന് അവിടെയും പ്രശ്നമുണ്ട്. സുഖം ദുഃഖം തരുന്നതായിരിക്കരുത്. ദുഃഖം തരുന്ന കാര്യം ഒരിക്കലും സുഖമാകുന്നില്ല. കണ്ടൂയനേന കരയോരിവ എന്ന് പറയല്ലേ, ചൊറിയുന്നിടത്ത് കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സുഖമല്ല, ദുഃഖമായിട്ടാണ് മാറുക. കഴിക്കേണ്ടയിടത്ത് കൂടുതൽ കഴിച്ചാൽ അത് ഓക്കാനമായിട്ടാണ് മാറുക. ദുഃഖം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരവസ്ഥയെ മാത്രമേ നമുക്ക് സുഖം എന്ന് പറയാൻ പറ്റൂ. അപ്പം ആ സുഖം കണ്ടെത്തണമെങ്കിൽ ഞാൻ ആരാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തണം. അതിനാണ് തപസ്, ഏകാഗ്രമായ ചിന്ത. ചിന്തയിലൂടെ മനനത്തിലൂടെ ഉൾക്കണ്ണ് തുറന്ന് അന്തർനേത്രം തുറന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യ വിശേഷം എന്താണ് എന്ന് തിരിച്ചറിയുക. മനുഷ്യന്റെ ഉള്ളിലാണ് ദിവ്യത്വം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. മനുഷ്യന്റെ ഉള്ളിലാണ്. പണ്ടൊരു ആരോ പറഞ്ഞു, പണ്ട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ദിവ്യത്വം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഈ ദിവ്യത്വം ഉപയോഗിച്ച് മനുഷ്യൻ വേണ്ടാധീനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്തു ചെയ്തു? ഈ ദിവ്യത്വം അവൻ കാണാതെ സൂക്ഷിച്ച്, മനുഷ്യന് ജീവനുള്ളപ്പോൾ ദിവ്യത്വം ഉണ്ടല്ലോ, അതാരും കാണാതെ സൂക്ഷിച്ച് വെക്കണമെന്ന് വിചാരിക്കുകയാണ്. എവിടെ വെച്ചാലും മനുഷ്യൻ കണ്ടുപിടിക്കും, കുബുദ്ധി നല്ലോണം ഉണ്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? മനുഷ്യൻ നോക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് ഈ ദിവ്യത്വം ഒളിപ്പിച്ചു വെച്ചു. അതാണ് അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോട്ടം കുറച്ച് കുറവാണ്. ആ ഉള്ളിലേക്കുള്ള നോട്ടം നോക്കിയിട്ട് ദിവ്യത്വത്തിനെ മനസ്സിലാകുമ്പോഴാണ് തൻ്റെ ഉള്ളിൽ
കണ്ടേൻ ഞാൻ വൈലോപ്പിള്ളിയുടെ ഒരു ബന്ധം ഉണ്ട് ഏകാന്തമൊരാശ കണ്ണു നിറയെ കാണാൻ മയിൽ പീലിതൻ ചെണ്ടേലുന്ന മണിക്കിരീടം അവസാനത്തെ തിരശീലയിൽ. ആ ഈശ്വരനെ അവസാനം പോലും കാണണമെങ്കിൽ ആദ്യമേ ആ ഈശ്വരൻ നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവ് വേണം. അതിനെന്ത് വേണം? മഹാന്മാരുമായിട്ടുള്ള സംസർഗം, സജ്ജന സംസർഗമാണ് വേണ്ടത്. സജ്ജന സംസർഗം പണ്ടേ നമ്മുടെ പദ്യ പ്രാർത്ഥനകളിലുണ്ട് ഇല്ലേ? ദുഷ്ട സംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. ആ പ്രാർത്ഥനയൊന്നും ഇപ്പം ഇല്ല കേട്ടോ സ്കൂളിൽ. പണ്ട് നമ്മളൊക്കെ പഠിച്ചതാണ്, ഇപ്പം അതൊന്നും ഇല്ല കുട്ടികളൊക്കെ. അതാണ് നമ്മളുടെ ഇന്നത്തെ കാലത്തിൻ്റെ സംസാരമാകുന്ന കാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥയുടെ പശ്ചാത്തലം ഇതൊക്കെ തന്നെയാണ്. ഇതൊന്നും വേണ്ടതൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാന്മാരുടെ സത്സംഗം, മഹാന്മാരുടെ സംസർഗത്തിലൂടെ അവരുടെ നന്മകൾ കുറേശ്ശെയെങ്കിലും നമ്മളുടെ ഉള്ളിലേക്ക് എത്തും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ. അപ്പം അതിനെന്ത് വേണം? മഹാന്മാര് നല്ലവരുമായിട്ട് ബന്ധപ്പെടുകയും മറ്റ് സാധാരണ ജീവിതത്തിൽ അഭിരമിക്കുന്നവരുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അരതിർജന സംസതി. നാട്ടുകാർ കൂട്ടം കൂടി വർത്താനം പറയുമ്പോൾ തലയിട്ട് നോക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു സ്വഭാവമാണല്ലേ. രണ്ടാൾ കൂട്ടം കൂടി നിന്നാൽ മൂന്നാമത്തെ ഒരാൾ തലയിടും. ഇന്നത്തെ കാലത്താണെങ്കിലോ അതൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ നമ്മൾ മൊബൈലിൽ ഫോട്ടോയും എടുത്തിട്ട് മൂടും തട്ടി പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അരതിർജന സംസതി, ആൾക്കാരോടുള്ള കൂട്ടം കൂടൽ കുറച്ച് കുറയ്ക്കുക. അതോടൊപ്പം മൗനം കൊണ്ട്, വാക്ക് അധികം ഉപയോഗിക്കരുത്, മൗനം കൊണ്ടായിരിക്കണം നമ്മളുടെ ക്രിയകൾ. പണ്ട് മുത്തശ്ശി പറയും, അകത്തേക്ക് വെള്ളവും പുറത്തേക്ക് വാക്കും അധികം നന്നല്ല എന്നാണ് പറയുക. മുത്തശ്ശി പറഞ്ഞ വാക്കാണ്, പക്ഷെ അതിലൊരു തത്വം ഉണ്ടെന്ന് മിനിയാന്ന് രാത്രി ഭാഗവതം മറിച്ചപ്പോഴാണ് മനസ്സിലായത്. അകത്തേക്ക് വെള്ളവും പുറത്തേക്ക് വാക്കും അധികം പാടില്ല. വർത്തമാനം അധികം പറയുന്നവരെ ഈ നിറകൂടം തുളുമ്പില്ല എന്ന് പറയും. അപ്പോൾ വാചകം കൂടുതൽ വരുമ്പോൾ നമ്മളുടെ ഈശ്വര ചൈതന്യം, എനർജി, ഊർജ്ജം മുഴുവൻ വെറുതെ വൃഥാവിന് പോവുകയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉള്ള ചൈതന്യത്തെ കേന്ദ്രീകരിച്ചതിനെ ഉണർത്തി ഉയർത്തി കത്തിച്ച് ജജ്വല്യമാനമാക്കാനുള്ള ഒരു തുടക്കം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് മഹാന്മാരുടെ പ്രസക്തി. സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ആരാ മഹാന്മാര്? സദാചാരത്തോടെ ജീവിക്കുന്നവർ. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം ജീവിതത്തിന്. ക്രമം ഇല്ലെങ്കിൽ അക്രമം എന്നാണ് ആ അവസ്ഥയെ നമ്മൾ പറയുക. അതുകൊണ്ട് സദാചാരബോധത്തോടെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആദർശ ശുദ്ധിയോടെ ജീവിക്കുന്നവരായിരിക്കണം. മാത്രവുമല്ല സകല ജീവജാലങ്ങളിലും സ്നേഹമുള്ളവരായിരിക്കണവര്, സർവഭൂത ഹിതേ രതന്മാരായിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇന്ന് നമ്മൾ മഹാന്മാരെ എത്ര പേരെ നമ്മൾ മഹാന്മാരുടെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് എറണാകുളത്ത് എടപ്പള്ളി ബൈപ്പാസിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു സിനിമാ താരം വന്നിട്ട് അവിടെ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു, ലക്ഷക്കണക്കിന് ജനം. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ എൻ്റെ കൂടെ ആ വഴിക്ക് വന്ന ഈ സ്ഥലമൊക്കെ കണ്ടു. നടാടെ എറണാകുളം കാണാൻ വന്നയാളാണ്. അയമ്മ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ളവർ ചോദിച്ചു, എന്തേ എറണാകുളത്ത് പോയിട്ട് കണ്ടേ ചോദിച്ചു. ആദ്യം അവർ പറഞ്ഞു, പനമ്പള്ളി നഗറിലെ മമ്മൂട്ടർ വീടിൻ്റെ മുമ്പ് കൂടി ഞങ്ങളൊന്ന് പോയി ആ വീട് കണ്ടു എന്ന്. അപ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടി എന്നാണ് അയമ്മ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്തേ കണ്ട്, പിന്നെ ഷാറുഖ് ഖാൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഇതാണ് നമ്മളിന്ന് നമ്മുടെ സത്സംഗം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. വളരെ ബാലിശമായ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് നമ്മൾ. ഇന്നലെ ഒരു ഡോക്ടറെ കാണാൻ ഒരാളെ താങ്ങി പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ ഡോക്ടറുടെ അടുത്തുനിന്ന് ചലച്ചിത്ര മേഖലയിലെ പ്രസിദ്ധനായ ഒരാൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇയാളെ താങ്ങി പിടിച്ചിട്ട് ഡോക്ടറെ കാണാൻ കൊണ്ടുപോകണം. ഇയാൾക്ക് ആ കഥാപാത്രത്തിനെ അറിയില്ല, എന്നാലും വേഗം ഇയാൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. കാരണം ആ മനുഷ്യനൊന്നും തൊടാലോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് തിരിച്ചറിവില്ല ആരാണ് മഹാൻ, ആരാണ് മഹാനല്ലാത്ത, എന്താണ് മഹത്ത് എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് കഥ അല്ലേ. മരിച്ചു പോയാൽ നമ്മൾ കഥാവശേഷം എന്ന് പറയും. കഥ പിന്നെ അവശേഷിക്കുകയാണ്, കഥ തുടർച്ചയാണ്, കഥ സത്തയാണ്. എന്താണ് നന്മ, എന്താണ് ധർമ്മബോധവും സദാചാരബോധവും മൂല്യബോധവും സർവോപരി ഈശ്വരനെ കാണാൻ കഴിയുന്ന തുറന്ന കണ്ണുമുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള മഹാൻ. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ കർമ്മവാസനയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മവാസനയുടെ നൈരന്തര്യം നമ്മളെ ജന്മാന്തരങ്ങളിലേക്ക്, ജനമൃതികളുടെ താഴ്വരകളിലേക്കാണ് കൊണ്ടുപോണത്.
അങ്ങനെ പോകുമ്പോൾ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ചക്രത്തിലെ സംസാര ചക്രേ ഭ്രമതസ്വ കർമ്മഭി എന്ന് പറയുന്നത് പോലെ ഈ സംസാരത്തിലെ ലൗകിക ജീവിതത്തിലെ ആസക്തിയിലേക്ക് വരികയാണ്. അനാസക്തിയിൽ നിന്ന് ആസക്തിയിലേക്ക് ജീവിതത്തോടുള്ള ഒട്ടൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് നമ്മളെ നയിക്കാൻ കഴിവുള്ള മഹാന്മാരുമായിട്ടായിരിക്കണം നമ്മുടെ സംസർഗം. അല്ലെങ്കിൽ VKG എഴുതിയ പോലെ ഒറ്റച്ചാൻ വയറാണ് അരയ്ക്കു കയറെന്നാദ്യം നിനച്ചു, ക്രമാൽ കറ്റക്കാർ കുഴലാളും ഉണ്ണികളുമായി വർദ്ധിച്ചു കാൽക്കെട്ടുകൾ, അറ്റത്തോളം അയഞ്ഞിടാത്ത മമതാബന്ധങ്ങളായി പിന്നെ അൻപുറ്റിയിടും തവ തൃക്കഴൽക്കു പണിവാൻ കണ്ടീല നേരം ഹരേ. എല്ലാ ബന്ധങ്ങളും നമ്മളെ ഈ ഒരു ചുറ്റൊരുട്ടാ വട്ടത്തിലേക്ക് തീർക്കുമ്പോൾ നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. കുട്ടികളെ അമ്പലത്തിൽ പറഞ്ഞയക്കാൻ നമുക്ക് സമയമില്ല, അവർക്ക് ട്യൂഷന് പറഞ്ഞയക്കണം. സന്ധ്യയ്ക്ക് നാമം ചെല്ലാൻ നമുക്ക് സമയമില്ല, കാരണം നമുക്ക് ഗർഭിണിയായ നായിക 12 മാസം കഴിഞ്ഞിട്ടും പ്രസവിക്കാത്ത സ്ത്രീയെ കാവലിരിക്കണം. കാരണം TV സീരിയലിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളെ, ഗാന്ധാരി ഗർഭങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഓർത്തിരിക്കണം. നമുക്ക് ടെൻഷനാണ്. അപ്പൊ ഈ ടെൻഷനുകൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നു, നമുക്ക് ടെൻഷനുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ മനസ്സ് സാധാരണമായ കാര്യങ്ങളിൽ അഭിരമിക്കും. ഇത് എല്ലാവർക്കും സാധിക്കും. ഇത് സാധിക്കാത്തവനാണ് അസാധാരണൻ. ആ ഒരു അസാധാരണത്വത്തിലേക്ക് ഉയരുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം. അതിനാണ് നമ്മുടെ ഹൃദയഗ്രന്ഥിയെ പൊട്ടിക്കണമെന്ന് പറയുന്നത്. ഹൃദയഗ്രന്ഥി മനസ്സും ശരീരവും ഇന്ദ്രിയവും ചേർന്ന ഒരു കച്ചവട സംഘമാണ്. ഈ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഭാഷ്യത്തിനനുസരിച്ച് താളം വെക്കുന്ന മനസ്സ്, ആ മനസ്സ് നമ്മളെ ഒരിടത്തേക്കും കൊണ്ടുപോവില്ല. ആ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ചേർച്ചയും വേഴ്ചയും വിച്ഛേദിച്ചുകൊണ്ട് ശരീരത്തിന്റെ സുഖമല്ല, ബാഹ്യമായ സുഖമല്ല, ഈശ്വരാനുഭവമാണ് പരമമായ സുഖം, പരമമായ സന്തോഷം എന്ന് തിരിച്ചറിയണം. ഈ ശരീരം ജഡാവസ്ഥയാണെന്നും ഇതിൻ്റെ ഉള്ളിലെ ചൈതന്യം ഏതാണെന്നും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ്, അതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അത് തരാൻ കഴിയുന്നത് ആർക്കാണ്? ഒരു നല്ല ഗുരുനാഥന്. ഏറ്റവും നല്ല ഗുരുനാഥനാരാ? ഈശ്വരൻ തന്നെ. അതുകൊണ്ട് ഈശ്വരനോടുള്ള പരമപ്രേമ രൂപത്തിലുള്ള ആ ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈശ്വരനെ ഒന്ന് തോണ്ടിയെടുത്ത് തിരിച്ചറിയാനും തൊടാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ധന്യരാകുന്നത്. അല്ലെങ്കിൽ വലിയൊരു കാട്ടിൽ അകപ്പെട്ടു ഞാനും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തുകയും ചെയ്യും. അപ്പൊ ഗുരുവിനോടായാലും ഈശ്വരനോടായുള്ള ഭക്തി വേണം. ഗുരു ആരാണ്? ഗുരവോ ബഹവസന്ധി ശിഷ്യ വിത്താപഹാരിണ തമേകം ശങ്കരം വന്ദേ ശിഷ്യ സന്താപഹാരിണം എന്നാണ്. പൈസ പറ്റിക്കണ ശിഷ്യന്മാരുടെ പൈസ പറ്റിക്കുന്ന ഗുരുനാഥന്മാർ ഞാനടക്കമുള്ളവർ ഇഷ്ടപ്രകാരമുണ്ട്. പക്ഷെ വേണ്ടത് എന്താണ്? ശിഷ്യന്മാരുടെ സന്താപം അകറ്റുന്ന, നമ്മുടെ ദുഃഖങ്ങളെ, ഭൗതിക ദുഃഖങ്ങളിൽ നിന്ന് ആത്മീയ സുഖത്തിലേക്ക് കടത്തിയിരുത്താനുള്ള അർഹതയുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള ഗുരു. അവന് വേണ്ടത് ഗൗരവമാണ്, ഗുരുത്വമാണ്, കഴമ്പാണ്, സത്തയാണ്. അതുള്ളവനാണ് ഗുരു. ആ ഗുരുവിനോടുള്ള ഭക്തി അഥവാ ഈശ്വരനോടുള്ള ഭക്തി. അതിനാണ് ഋഷഭൻ പറയുന്നത് മൽ കർമ്മഭിൽ മൽ കഥയാച നിത്യം മദ്ദേവസംഗാൽ ഗുണകീർത്തനാൻമേ നിർവൈര സാമ്യോപശമേന പുത്രാജിഹാസയ ദേഹഗേഹാത്മബുദ്ധി. ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ പാരായണങ്ങൾ, നാമപാരായണങ്ങൾ നടത്തുക, പിന്നെ ദേഹവും ഗേഹവും മക്കളും എന്ന് പറയുന്ന ആ ബുദ്ധിയെ തിരിച്ചു പിടിക്കുക. ഇതന്നെയാണ് നവധാഭക്തിയിലും പറയണത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഏത് പ്രകരണത്തിലായാലും ഭാഗവതം നമ്മളോട് പറയുന്നത് എന്താ? ഈശ്വരോന്മുഖമായി മനസ്സിനെ നയിക്കുക, മനസ്സിൽ ഈശ്വരനെ കുടിവെക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ എല്ലാ സ്ഥലത്തും പറഞ്ഞു. അങ്ങനെ വരുമ്പോ മനസ്സ് വ്യാപരിക്കുന്നത് ഈശ്വരനിലും ഈശ്വരന്റെ കഥകളിലുമായിരിക്കും. ഈ കഥകളിലൊക്കെ ചില മൂല്യങ്ങളുണ്ട്, ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ നമുക്ക് അറിയാതെയെങ്കിലും മനസ്സിലാവും. അതുകൊണ്ടാണ് രാമായണം ആവർത്തിച്ച് വായിക്കണം, സപ്താഹം ആവർത്തിച്ച് കേൾക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ലൗകികതയിൽ നിന്ന് വിട്ട് നമുക്ക് ശങ്കരാചാര്യര് പറഞ്ഞ പോലെ ഗുഹായാം ഗേഹേവ ബഹിരഭി വനേവ അദ്രിശിഖരേ ജലേവാ വന്നൗവാ വസതു വസതേഖ്യം വദഫലം സദായസ്യൈവ അന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചേത് യോഗോസൗ സച പരമയോഗി സച സുഖി. ഏത് ദിക്കിൽ താമസിക്കുകയാണെങ്കിലും, കാടായാലും മേടായാലും ഗുഹയായാലും ഗൃഹമായാലും എവിടെ താമസിക്കുകയും ആണെങ്കിലും നമ്മുടെ അന്തഃകരണം, നമ്മുടെ മനസ്സ് ഈശ്വരനിൽ ലയിച്ചു കിടക്കുകയാണെങ്കിൽ സച പരമയോഗി സച സുഖി, അവനാണ് യഥാർത്ഥത്തിലുള്ള സുഖം അറിയുന്നവൻ. അതുകൊണ്ടാണ് ഭക്തി
പരയേശാനുഭവോ വിരക്തി എന്നൊക്കെ ഭാഗവതം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇനി ഇതറിഞ്ഞാൽ മതിയോ? ഇതറിഞ്ഞാൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ എൻ്റെ വഴി വേണമെങ്കിൽ ഒന്ന് നേരെയാക്കാം. അതുകൊണ്ട് സമൂഹത്തിന് എന്താ ഗുണം? ഞാൻ സ്വാർത്ഥനാവരുത്. സ്വാർത്ഥത നമ്മുടെ മൂല്യത്തിന് പറഞ്ഞ സാധനമല്ല. ത്യാഗവും സ്നേഹവും നിസ്വാർത്ഥതയുമാണ് മൂല്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അറിയുന്നവൻ അറിഞ്ഞ അറിവ് തൻ്റെ ഉള്ളിൽ വെച്ച കുട്ടികളില്ലേ, ചില പഠിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തുള്ള ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല, മാർക്ക് കൂടുതൽ മറ്റാൾ മേടിച്ചാലോചിച്ചിട്ട്. അതുപോലെ ഇത് സ്വാർത്ഥമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. ദക്ഷിണാജ്ഞാന സന്ദേശം എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഇത് അറിഞ്ഞാൽ പോരാ, സാധാരണക്കാരൻ ഇതറിയാത്തവന് യഥാർത്ഥത്തിലുള്ള സുഖത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാതെ വ്യതിചലിക്കുന്നവനെ, കാട് കയറുന്നവനെ യഥാർത്ഥ ജീവിതത്തിന്റെ പാത കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞവന്റെ ഉത്തരവാദിത്വമാണ്. അറിവ് കിട്ടുന്നത് അറിവ് പകർന്നു കൊടുക്കാനാണ്. ആ അറിവ് പകർന്നു കൊടുക്കണം, സാധാരണക്കാരെ ഉപദേശിക്കാൻ ശ്രമിക്കണം. അത് ചെയ്യേണ്ടത് ആരാണ്? ഗുരു, മാതാവ്, പിതാവ്, പതി, ദൈവം എല്ലാം ഇത് ചെയ്യേണ്ടവരാണ്. ഋഷഭൻ പറയണത്, ഭാര്യയെ നല്ല വഴിയിലേക്ക് ഈശ്വരനിലേക്ക് നയിക്കാൻ പറ്റാത്ത ഭർത്താവ് എന്ന വാക്കിന് അർഹനല്ല. ശിഷ്യനെ നയിക്കാൻ കഴിയാത്തവൻ ഗുരു എന്ന വാക്കിന് അർത്ഥമല്ല. ഭക്തനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയാത്ത ദൈവം പോലും ദൈവമല്ല എന്നൊരവസാനത്തെ കൊട്ടും കൊടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന കള്ളദൈവങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അത് അന്നേ സൂചിപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വ്യാസമഹർഷി അത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാ? കള്ളദൈവങ്ങൾ വരും, തിന്മയിലേക്ക് നയിക്കുന്ന, ലൗകികതയിലേക്ക് നയിക്കുന്ന, അത് പേടിച്ചിട്ടാണ്. അപ്പൊ അതുപോലും ഉൾക്കൊണ്ടിട്ടാണ് പറയണത്. ഒരു ഗാന്ധാരിയുടെ പണി വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. ഗാന്ധാരിയില്ലേ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ശകുനി പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. ധൃതരാഷ്ട്ര അടുത്ത് വന്നു, മണിയറയിൽ വന്ന് ആ മന്ത്രകോടി പൊക്കി നോക്കിയപ്പോഴാണ് ഭർത്താവിന് കണ്ണ് കാണില്ല, പോരാ കണ്ണെന്നെ ഇല്ല എന്ന് മനസ്സിലാവണത്. അപ്പൊ ആയമ്മ എന്ത് ചെയ്തു? സാരിയുടെ കോന്തല കീറി മുഖത്തൊരു കെട്ട് കെട്ടി, നിങ്ങൾ കാണാത്തതൊന്നും എനിക്കും കാണണ്ട പറഞ്ഞു. അതിന്റെ ഫലം എന്തായിരുന്നു അല്ലേ? ഭർത്താവ് ഏത് കുണ്ടിച്ചാടിയാലും നിങ്ങൾ മുമ്പിൽ നടന്നോടി, നിങ്ങളല്ലേ ആദ്യം ചാടുക, ഞാൻ പിന്നാലെ ചാടിക്കോളാം. അങ്ങനെ കണ്ണ് കാണാതെ ജീവിച്ചിട്ട് എന്ത് സംഭവിച്ചു? രാജ്യത്തിലെ അധർമ്മം മുഴുവൻ നടന്നപ്പോഴും അവർ കണ്ണിന്റെ കെട്ടഴിച്ചില്ല, കണ്ടു എന്നടിച്ചില്ല. സ്വന്തം ഭർത്താവ് ഒരു രാജാവ് കൂടിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നാട്ടിൽ നടക്കുന്നതെല്ലാം തൻ്റെ കണ്ണുകൊണ്ട്, സഞ്ജയൻ ചെയ്തതുപോലെ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയിൽ നിന്ന് ഗാന്ധാരി മാറിയപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവർ പതിവ്രതയായില്ല എന്നാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് വഴിവെച്ചത്. അപ്പൊ അതുകൊണ്ട് കണ്ണടച്ച് നടക്കുകയല്ല വേണ്ടത്, അന്ധനെ കൂപത്തിലേക്ക് തള്ളിയില്ല ചെയ്യേണ്ടത്, അവനെ കൈ പിടിച്ച് നടത്തുകയാണ് ചെയ്യണം. അതിനാണ് കണ്ണു തുറന്നിട്ട് അവനവന് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശ്രീ ശാരദാദേവിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും തമ്മിലുള്ള ആ ചേർച്ച അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ശ്രീരാമകൃഷ്ണൻ ശാരദാദേവിയെ കല്യാണം കഴിച്ച് വർഷങ്ങൾക്ക് ശേഷം കൂടെ താമസിക്കാൻ അവർ വന്നപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ശ്രീരാമകൃഷ്ണനെ വെറും രാമകൃഷ്ണനാക്കാൻ ശാരദാദേവി എന്ന ഭാര്യയ്ക്ക് കഴിയുമായിരുന്നു. പക്ഷേ ജഗൽപിതാക്കളുടെ തലത്തിലേക്ക് ഉയർന്നുകൊണ്ട്, ശിവശക്തി ഐക്യത്തിന്റെ തലത്തിലേക്ക് ഉയർന്നുകൊണ്ട്, സ്വന്തം ഭർത്താവിന്റെ യശസ്, ശ്രേയസ്, പ്രേയസ്സിലേക്ക് എത്തിക്കൊണ്ട് ആ ആധ്യാത്മിക ഔന്നത്യത്തിന് താൻ കൂട്ടുനിൽക്കുകയാണ് അവർ ചെയ്തത്. തൻ്റെ ഭാര്യയുടെ ഉള്ളിലെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ് അവരെ പത്നിയിൽ നിന്ന് മാതാവാക്കി ഉയർത്തി കാളിയുടെ പീഠത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് ഒരു വന്ധ്യമാതാവിനെയും ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസനെയും ഭാരതം നമുക്ക് പ്രദാനം ചെയ്തു. അതാണ് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുക നന്മയിലേക്ക്. ഇനിയോ എന്ത് വേണം? നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ സമർപ്പിക്കണം ഈശ്വരൻ. എല്ലാ കർമാവസാനം മരണമാണെന്നാണ് പറയുക. പക്ഷെ മരണം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അർദ്ധ വിരാമം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ആത്മാവെന്ന് പറയുന്ന കഥ അവശേഷിക്കുന്നുണ്ട് ഒരു നൈരന്തര്യമായിട്ട്. അതുകൊണ്ട് ആ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കർമ്മവും ഈശ്വരനായിട്ട് സമർപ്പിക്കുക. നാരായണായേതി സമർപ്പയാമി എന്ന് നമ്മൾ ദിവസവും ചൊല്ലുന്ന ശ്ലോകമാണ് അല്ലേ, നാരായണായേതി സമർപ്പയാമി. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് എളിയ ജീവിതവും ഉയർന്ന ചിന്തയുമായിട്ടുള്ള ഒരു ജീവിതത്തിലെ നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ പിൻവാങ്ങുകയാണ് ചെയ്യണത്. അപ്പോഴാണ് സംശുദ്ധമായ ഈശ്വര സ്നേഹത്തിൻ്റെ, ഈശ്വരനോടുള്ള സൗഹൃദത്തിൻ്റെ തലത്തിൽ നമ്മൾ എത്തുന്നത്. ഒരുപക്ഷെ നളിനിയിലെ ആശാൻ പറഞ്ഞതും അതുകൊണ്ടായിരിക്കും, പാവനാങ്കി പരിശുദ്ധ സൗഹൃദം നീ വഹിപ്പതതി ലോഭനീയമം, ഭാവിയായി കതുചിതാശവങ്ങളിൽ പൂവുപോൽ അശുഭ നശ്വരങ്ങളിൽ. സ്നേഹം അശുഭ നശ്വരങ്ങളിൽ, നശിച്ചുകൊണ്ടിരിക്കുന്ന അശുഭ ഘടകങ്ങളിലേക്ക് അല്ല ചൊരിയേണ്ടത്, ഈശ്വരനിലാണ് സമർപ്പിക്കേണ്ടത്.
ഭാവിയായി ഗതുചിതാശവങ്ങളിൽ പൂവുപോൽ. നശിക്കുന്ന നശ്വരമായിരിക്കുന്ന ജീവജാലങ്ങളിലെ അല്ല സ്നേഹം നമ്മൾ ചൊരിയേണ്ടത്, ഈ ശവത്തിൻ്റെ മീതെ പൂവ് വെക്കണമായിരുന്ന ഒരു ഉപമയും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴെന്താ ഈ ഭാരതീയര് മരിച്ച ശവത്തിൻ്റെ മുകളിൽ റീത്തും പൂവും മാലയൊന്നും വെക്കാത്തതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഭാവിയായി ഗതുചിതാശവങ്ങളിൽ പൂവ് പോൽ. കാരണം ഈശ്വരൻ ഉള്ളയിടത്താണ് പൂവ് നമ്മൾ അർപ്പിക്കാറ്, ഈശ്വരൻ പോയയിടത്തല്ല, ഈശ്വരൻ വന്നയിടത്താണ്. അപ്പം അങ്ങനെ നമ്മുടെ സ്നേഹം സാധാരണ ലൗകികതയിൽ നിന്ന് തിരിച്ച് ഔന്നത്യത്തിലേക്ക്, ആത്മീയ ഔന്നത്യത്തിലേക്ക്, ഈശ്വരനിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം അദ്ദേഹം എന്താ പറയണത്? സ്വന്തം ജ്യേഷ്ഠനെ, ഭ്രാതാവിനെ, സഹോദരനെ സ്നേഹിച്ച് പൂജിച്ച് അനുസരിച്ച് ജീവിക്കാൻ തൻ്റെ മക്കളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെത്തി? ആധ്യാത്മിക തലത്തിൽ നിന്ന് ഭൗതിക തലത്തിലേക്കും അദ്ദേഹം പറയാണ്. ഭൗതിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? സഹോദര സ്നേഹത്തിൻ്റെ പ്രത്യേകത. പിന്നെയോ ബ്രാഹ്മണ ഭക്തി. അത് കുറച്ചും കൂടി കടന്ന ഒരു കാര്യമാണ്. ബ്രാഹ്മണന്മാരെ പൂജിക്കണം, ബ്രാഹ്മണരോട് ഭക്തി വേണമെന്ന്. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത്. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ എന്നാണ്. അപ്പൊ ഈശ്വരൻ എന്താണ് എന്ന തിരിച്ചറിയല്ലേ, താൻ ആരാണെന്ന് ചിന്തിച്ച് അതിലൂടെ പരമാർത്ഥം വരെ കണ്ട വിദ്വാൻ താനാകുന്നു ജഗത്തിൽ ജനനി ഭവതിയെ കണ്ടവൻ കർമ്മവേദി എന്ന് പറയും. താൻ ആരാണെന്ന് തിരിച്ചറിവ് ഈശ്വരനിലെത്തുകയാണ്. ആ ഈശ്വരനെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അവന്റെ ചര്യയാണ് ബ്രഹ്മചര്യം. അവിടെ എന്താ ചെയ്യണത്? ചിത്തത്തിൽ വാക്കുറയ്ക്കട്ടെ ചിത്തം വാക്കിലുമങ്ങിനെ, വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം മനോമേ വാചി പ്രതിഷ്ഠിതം. മനസ്സിൽ വാക്കും വാക്കിൽ മനസ്സും. വാക്കെന്താണ്? വാക്ക് ഈശ്വരനാകുന്നു. അനശ്വരമായ ഊർജവിശേഷമാണ് വാക്കായിട്ട് രൂപപ്പെടുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഉണ്ടാക്കുന്ന ഉദീരണങ്ങളെ ആ വേവ് മെക്കാനിക്സിലേക്ക്, തരംഗ സിദ്ധാന്തത്തിലേക്ക് പോയി ഈ തരംഗങ്ങളാകുമ്പോൾ അനശ്വരമായ തരംഗ ഊർജാവലിയായ ഈശ്വരനിലേക്ക് എത്തുകയാണ്. വാക്ക് ഈശ്വരനാകുന്നു. ആ ഈശ്വരനെ മനസ്സിലും, മനസ്സ് ഈശ്വരനിൽ. ഇതാണ് ബ്രഹ്മചര്യം. പക്ഷേ അത് ദക്ഷിണ വാങ്ങുന്നവനല്ല, ദക്ഷിണ വാങ്ങാത്തവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. പക്ഷെ ഇന്നത്തെ ബ്രാഹ്മണൻ ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഈ ബ്രാഹ്മണൻ ഇന്ന് എങ്ങനെ പതിതരാകുന്നു എന്നതാണ്. ഇന്ന് ബ്രാഹ്മണൻ ബ്രാഹ്മണ്യത്തിൽ നിന്ന്, ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ നിന്ന് ഒരു വെറും നമ്പൂതിരിയായി തരം താണു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ജാതിയുടെ പേരിൽ തരം താണവനായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ബ്രാഹ്മണൻ എന്ന ഒരവസ്ഥ പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ കാലാതീതമായ ജ്ഞാനത്തിൽ നിന്ന് കാലാധീനമായ സമൂഹത്തിലേക്ക് പതിക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്യണത്. പക്ഷേ വീട്ടി ഭട്ടത്തിരിപ്പാട് ആദ്യം പറഞ്ഞു നമ്പൂരിയെ മനുഷ്യനാക്കണമെന്ന്. അത് ജാതീയതയുടെ മേൽക്കോയ്മയ്ക്ക് എതിരെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. സാധാരണ ജനകീയനായിട്ട് എല്ലാവരെയും പോലെയുള്ളവനാക്കിയിട്ട് അഹങ്കാരവും അഹന്തയും ഭള്ളും മാറ്റിയിട്ട് സാധാരണക്കാരനാക്കണമെന്ന്. വിപ്ലവത്തിൻ്റെ ഭാഷയിൽ വിപ്ലവത്തിൻ്റെ ജ്വാല കെട്ടടങ്ങി ഈശ്വരൻ്റെ ജ്വാല തെളിയാൻ തുടങ്ങിയപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനി മനുഷ്യനെ നമ്പൂരിയാക്കണം എന്ന് വെച്ചാൽ ബ്രാഹ്മണ്യത്തിലേക്ക് സാധാരണ മനുഷ്യനെ, ഈശ്വരനിലേക്ക് സാധാരണ മനുഷ്യനെ ഉയർത്തണം, ധർമ്മത്തിലേക്ക് ഉയർത്തണം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റിയ മഹാരഥന്മാരുണ്ടായി? ഇതാ ഈ വ്യാസമഹർഷിയെ പോലുള്ളവര് നമുക്ക് തന്ന ഈ ഉപദേശങ്ങളിൽ നിന്നാണ്. അങ്ങനെ പിന്നെ എന്താണ് അദ്ദേഹം പറയണത്? സർവചരാചരങ്ങളെയും ആദരിക്കണം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുന, പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സം. കാരണം എന്തിനാ ജീവജാലങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണത്? എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യ സ്പന്ദനമായിട്ട്, ചൈതന്യ തരംഗമായിട്ട് ഈശ്വരനുണ്ട്. ഈശ്വരനെ സ്നേഹിക്കുന്നവൻ സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കണം, ഈശ്വരനെ പ്രേമിക്കുന്നവൻ സർവ്വജീവജാലങ്ങളെയും പ്രേമിക്കണം. ഇതാണ് യഥാർത്ഥത്തില് ആ ഒരു തിരിച്ചറിവാണ് തൻ്റെ മക്കൾക്കും ആ സദസ്സിനും ഋഷഭൻ കൊടുക്കുന്നത്. അവസാനോ കർമ്മസമർപ്പണം. എല്ലാ കർമ്മവും ഈശ്വരനിൽ സമർപ്പിക്കുക. നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ, നരാഖ്യമങ്ങേ നർത്തനഗണമതിൽ ഞാനും ഒരൽപാംഗം, വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. ഒരു നടൻ കാണികളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ് തൻ്റെ കഴിവുകൾ. അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെയും കർമ്മത്തെയും മുഴുവൻ ഈശ്വരന് സമർപ്പിക്കുക. ഇത് ഋഷഭൻ കൊടുക്കുന്ന, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കാൻ ഋഷഭൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. പിന്നെ ഈ ലൗകികതയുടെ ചീഞ്ഞ ഗന്ധമുള്ള ഭൂമിയിൽ കൂടി നടന്നു നീങ്ങി അദ്ദേഹം അവധൂത സന്യാസിയായിട്ട് സമാധിയായി പോവുകയാണ്.
ഇനി തിരിച്ച് ഭരതനിലെത്തുമ്പോഴോ ആത്മാവേ പുത്രനാമാസിൽ എന്ന് പറയും. അച്ഛൻ്റെ ആത്മാംശം തന്നെയാണ് പുത്രൻ. എന്തുകൊണ്ടും ഭരതൻ ഋഷഭന്റെ പുത്രൻ തന്നെയായിരുന്നു. ഭരതൻ മോക്ഷധർമ്മം അനുശാസിച്ചപ്പോൾ സർവ സന്ദേഹ നിവാരണത്തിൻ്റെ മൊഴിമുത്തുകളാണ് ഭരതൻ തൻ്റെ വാക്കുകളായിട്ട് പ്രകടിപ്പിച്ചത്. നേരത്തെ പറഞ്ഞു ഭരതനും ഭാരതവും കൂടി ഒരു ബന്ധമുണ്ട്. പ്രകാശവും ഭരതനും കൂടിയും ബന്ധമുണ്ട്. ഭരതൻ തൻ്റെ ധർമ്മത്തിൽ ഉണ്ടുറങ്ങി ധർമ്മത്തിൽ എണീറ്റ് ധർമ്മത്തിലൂടെ നടന്നു നീങ്ങിയവനാണ്. സാധാരണ കർമ്മം ധർമ്മത്തിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് മാന്യത, ആദരണീയതി മാന്യത ഉണ്ടാകും. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. പക്ഷേ ഈ ധർമ്മവും കർമ്മവും ചേർത്ത് ധർമാതീതവും കർമാതീതവുമായി മാറുന്നൊരവസ്ഥയുണ്ട്, ഒരു ബ്രഹ്മർഷിയുടെ അവസ്ഥ. അവിടേക്കാണ് ഭരതൻ എത്തുന്നത്. അദ്ദേഹത്തിന് 5 മക്കളെ, ഈ കഥയിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം സത്യം ജ്ഞാനം അനന്തം, അനന്തമായ സത്യജ്ഞാനത്തെ മനസ്സിലാക്കിയവരാണ്. യാഗവിധികൾ ചെയ്തുകൊണ്ട് സൂര്യബിംബ മധ്യസ്ഥിതനായ ഹിരൺമയൻ എന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ചവനാണ്. എല്ലാ ഈശ്വര സങ്കല്പവും വിഷ്ണു എന്നൊരൊറ്റ പദത്തിൽ ഒതുങ്ങുന്നു എന്ന് കണ്ടറിഞ്ഞ് ആ വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് വാസുദേവൻ, എല്ലാറ്റിൻ്റെയും ആശ്രയമായ വാസുദേവനെ കൺ തുറന്ന് കണ്ട് ജീവിച്ചവനാണ് ഭരതൻ. അദ്ദേഹം സൂര്യ മധ്യസ്ഥിതനായ ഹിരൺമയനെ പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗായത്രി മന്ത്രത്തിൻ്റെ സാക്ഷാത്കാരമാണ് അനുഭവിക്കുന്നത്. ഗായത്രി മന്ത്രം തന്നെ ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം. പക്ഷെ ഇത്രയും ഉയരത്തിലെത്തിയ ഒരു മനുഷ്യനും ഒരു അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏത് ആത്മീയ ഔന്നത്യത്തിലെത്തിയാലും കാല് വഴുക്കൽ വളരെ എളുപ്പമാണ്. അല്ലെ, അത്താഴം മുടക്കാൻ നീർക്കോലിയും മതി എന്ന് പറയും. എല്ലാം ഇട്ടെറിഞ്ഞ് മക്കൾക്ക് രാജ്യം പകുത്തു കൊടുത്ത് ഒരു കാടകങ്ങളിൽ പോയി കഴിഞ്ഞ് തപസ്വിയായി ജീവിക്കാൻ തുടങ്ങിയ ഭരതനാണ് ഒരു വെറും മാൻപേടയ ഒരു മാൻകുഞ്ഞിനെ കണ്ടപ്പോൾ വാത്സല്യം തോന്നണത്. വെറും ഒരു മാൻകുഞ്ഞ്. നമ്മൾ പറയും ഒരു മാൻകുട്ടിയോട് സ്നേഹം തോന്നിയാൽ ഇത്ര മോശമാണ്. മോശമല്ല, പക്ഷെ അതെന്താ ചെയ്യണത്? ലൗകികമായ വാത്സല്യം എന്ന് പറയുന്ന ഇന്ദ്രിയപരമായ ഒരു വികാരത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ശരിക്കും പറഞ്ഞാൽ കയറ്റിറക്കമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഉയർന്ന തപോധനനായി ജീവിച്ച് പിന്നെ മാൻപേടയിലേക്കുള്ള വാത്സല്യത്തിലേക്ക്, ലൗകികതയിലേക്ക് ഇറങ്ങി വീണ്ടും അദ്ദേഹം ജഡഭരതനായിട്ട് നമ്മളുടെ മുന്നിൽ വരികയാണ് ജന്മാന്തരങ്ങളിലൂടെ. സയൻസിലെ കണക്കിലുണ്ട്, പാരബോള വരയ്ക്കുന്നത് പോലെയാണ്. കയറുക, ഇറങ്ങുക, പോവുക. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ജീവിതമാണ് ഭരതൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. വെറും തൻ്റെ തപസ്വിയായ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു മാൻ, തള്ളമാൻ, ഒരരുവി ചാടിക്കടക്കുന്ന ആ മാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. തള്ള എവിടെയോ പോയിട്ട് സിംഹത്തിൽ നിന്ന് പേടിച്ചോടുകയോ മറ്റോ ആണ്, പോയി വീണു മരിക്കണു. കഥ അവിടെയാണ്. പക്ഷെ ഈ മാൻകുട്ടി തൻ്റെ മുന്നിൽ വന്ന് വീണ അശരണയായ ഒരു മാൻകുട്ടിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വാത്സല്യം പകർന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി അച്ഛനാവുകയാണ്. ഒരു സാധാരണ അച്ഛൻ, ഒരു സാധാരണ പിതാവ്. കാളിദാസൻ പറയുന്നുണ്ട്, അപഥേ പദമർപ്പയന്തി ശ്രുതവന്തോപി രജോ നിമീലിതാഃ. അപഥേ, അപഥത്തിൽ, പദമർപ്പയന്തി ശ്രുതവന്തോപി രജോ നിമീലിതാഃ. രജോ ഗുണം ഒരിത്തിരി വന്നു കഴിഞ്ഞാൽ ഏത് വേദവിത്തായ, വേദങ്ങളും ശ്രുതികളും അറിയുന്ന യഥാർത്ഥ സന്യാസിയാണെങ്കിൽ പോലും അബദ്ധത്തിൽ വേണ്ടാത്ത വഴിയിലേക്ക് കാലെടുത്ത് വെക്കുക. അതാണ് രജോ ഗുണത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രജോ ഗുണത്തിൻ്റെ പ്രേരണയാൽ വാത്സല്യത്തിൻ്റെ വികാരത്തിലേക്ക് വഴുതി വീഴുകയും ആ മാൻകുട്ടിയോടുള്ള പ്രേമം കാരണം തൻ്റെ മരണശേഷം അദ്ദേഹം ഒരു മാനായിട്ട് ജന്മമെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെയും പൂർവ്വജന്മ സ്മരണയുണ്ട്. അത് കഴിഞ്ഞ് അത് ക്ഷേത്രങ്ങളോട് സമീപത്തൊക്കെ ജീവിച്ച് അദ്ദേഹം ജഡഭരതനായിട്ട് ജന്മമെടുക്കുകയാണ്. ജഡൻ യഥാർത്ഥത്തിൽ ഒരു അവധൂതനാണ്. ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഭ്രാന്തനെ പോലെ നടക്കുന്നവനാണ്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഭ്രമണം ചെയ്യുന്നവനാണ്. ഒന്നിലും നിൽക്കാതെ, ഒന്നിലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തി. പക്ഷെ ഈ ജഡഭരതനൊരു ശ്രേഷ്ഠനായ ബ്രാഹ്മണ ഗൃഹത്തിലാണ് ജീവിക്കുന്നത്. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേതാണ്. യോഗഭ്രഷ്ടനാണെങ്കിലും
യോഗം ഉണ്ടായിരുന്നയാണ്. അവിടുന്ന് ഒന്ന് വീണാലും വല്ലാതെ താഴത്തേക്ക് എത്തില്ല. തൃശങ്ക് പോയ മാതിരി കുറച്ച് മുകളിൽ നിൽക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ അദ്ദേഹം ജീവിക്കുന്നത്. ഇദ്ദേഹത്തിനെ ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ കൊണ്ടായപ്പോൾ ബലി കൊടുക്കാൻ പോയവരെ ഭദ്രകാളി തന്നെ ഇല്ലാതെയാക്കിയിട്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ജീവിതം രക്ഷിക്കുകയും ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായി അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ജീവൻ മുക്തന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരുകയും ചെയ്യുകയാണ്. ആ ജഡഭരതനാണ് ഒരു സാധാരണ പല്ലക്ക് ചുമക്കുന്നവനായി മാറേണ്ട ഒരവസരത്തിൽ ആ പല്ലക്കിന്റെ പുറത്തിരുന്ന രഘുഗണൻ എന്ന് പറയുന്ന രാജാവിന് യഥാർത്ഥ ജീവിത അവബോധം അല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വര അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നത്. ശരീരവും ജീവനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുത്തുകൊണ്ട് ബോധത്തെ മാറ്റിക്കൊണ്ട് ജീവാവസ്ഥയെ വെളിപ്പെടുത്തുന്ന വിജ്ഞാന പ്രകരണമാണ് അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ നമ്മൾ കാണുന്നത്. ഒരിത്തിരി കാര്യമൊന്നല്ല പറയുന്നുള്ളൂ. 1 മണിക്കൂർ കൊണ്ടും ഒരായുസ് കൊണ്ടും പറയാനും മനസ്സിലാക്കാനും കഴിയാത്ത അത്ര ഗഹനമായ തത്വങ്ങളാണ് ഭരതൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, സാഖ്യം, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, പൃഥിവി, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഈ ഭൂതം, 5 ഭൂതങ്ങളിൽ അവസാനത്തെ ഭൂമി എന്നത് എന്തൊക്കെ തരത്തിൽ പരിണമിക്കുന്നു, ആ പരിണാമത്തിന്റെ അവസാനത്തെ കണങ്ങള്, ആ കണങ്ങളും പ്രകൃതിയെ തന്നെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ ഭൗമമായ ചില പരിണാമങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപവിശേഷങ്ങളെ, ജീവജാലങ്ങളെ എന്ന് തിരിച്ചറിയാനും ഇതെല്ലാം മാറുകയും നശിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പഴയ പുരാണൻ അല്ലെ, ആ പുരാണനായ ഈശ്വരനെ തിരിച്ചറിയാൻ, ജീവചൈതന്യത്തെ തിരിച്ചറിയാനും അദ്ദേഹം രഘുഗണനോട് ആവശ്യപ്പെടുകയാണ്. മനസ്സ് ശരിക്കും പറഞ്ഞാൽ വാസനാബദ്ധമാണ്. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഞാൻ എൻ്റെ എന്ന ശരീര അഭിമാനവും ചേർന്ന് ഏതാണ്ട് ഒരു 16 മേഖലകളിലായി 16,000 വഴികളിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ നേതൃത്വം മനസ്സിനാണ്. ആ മനസ്സ് രജോ ഗുണബദ്ധമാണ്. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കീഴടക്കുന്നു. ഇന്ദ്രിയങ്ങൾ കീഴടക്കുന്ന മനസ്സ് വാസനാബദ്ധമായ മനസ്സായതുകൊണ്ട് അബദ്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അവിടെ മനോവ്യാപാരം ഏതാണ്ട് ഇന്ദ്രിയങ്ങളുമായി ചേരുമ്പോൾ പൊടി പിടിച്ച ചില്ലിൽ കൂടി പുറത്തേക്ക് നോക്കുന്ന ഒരവസ്ഥയിലാണ്. യഥാർത്ഥത്തിലുള്ള ശുദ്ധമായ ജീവനെ, ശുദ്ധമായ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല. പണ്ട് ഇത് കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ജീവിക്കുകയാണ്. അപ്പോൾ ആ ചില്ലുള്ള ജനലാണ്. ഈ ചില്ലുള്ള ജനലിൽ കൂടി ഭാര്യ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ടി വിയും കണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പൊടി പിടിച്ച ജനലിൽ കൂടിയാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അലക്കിയിടുന്നതൊക്കെ കാണാണ്ട്. ഒരു ദിവസം ഈ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് ഒരു വൃത്തിയില്ല കേട്ടുവോ പറഞ്ഞു. എന്തേ? എന്നും കണ്ടില്ലേ, തിരുമ്പിട്ടാലും വൃത്തി കെട്ടായിട്ട് മുഷിഞ്ഞ മൈരിയ തുണിയൊക്കെ കിടക്കണം. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞു ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോണേ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ഇപ്പം അവർക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് ശരിയാ, മാറ്റം ഉണ്ടാവുമല്ലോ, കാരണം ഞാൻ ആ ജനലിബിലത്തെ പൊടിയൊക്കെ ഒന്ന് തുടച്ചു എന്ന്. അപ്പോൾ പൊടി പിടിച്ച ചില്ലുകൂടി നോക്കിയാൽ വ്യക്തമായ സുതാര്യമായ കാഴ്ചകൾ കിട്ടില്ല. അപ്പോൾ പൊടി കളയും. പൊടി പറ്റിയ മനസ്സാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ പൊടി തുടച്ച് കളയണം. ആ പൊടിയുടെ രജോ ഗുണത്തിൻ്റെ ആ പൊടി അടയാളങ്ങൾ മാറ്റിയെടുത്ത് തുടച്ച് സ്വച്ഛമായ ഒരു കണ്ണാട്ടിയാക്കി മനസ്സിനെ മാറ്റിയാൽ മാത്രമേ സാക്ഷാൽ ചൈതന്യത്തിന്റെ ദീപപ്രഭ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സാന്ദ്രാനന്ദാവബോധാത്മകവും നിത്യമുക്തവും നമുക്ക് നിർമുക്തവുമൊക്കെയായിട്ടുള്ള ആ ഈശ്വര ചൈതന്യത്തിനെ, ധന്ദഭാഗ്യം ജനാനം എന്ന് പറയുന്ന ഈശ്വര ചൈതന്യത്തിനെ തിരിച്ചറിയാനും കഴിയുള്ളൂ. ആ ഈശ്വരനാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞ ആത്മാപുരുഷ പുരാണ സാക്ഷാൽ സ്വയം ജ്യോതിരജ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വയമായ ആത്മന്യവധീയമാന. ക്ഷേത്രം നമ്മുടെ ശരീരമാണ്, ക്ഷേത്രം വയലാണ്, ക്ഷേത്രം ഭൂമിയാണ്, ക്ഷേത്രം പ്രകൃതിയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഈശ്വര ചൈതന്യം അതെല്ലാം അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. സാക്ഷിയായവനാണ് ക്ഷേത്രജ്ഞൻ. എല്ലാം അറിയുന്നവനാണ്. വ്യാപിക്കുന്നത് കൊണ്ട് അത് ആത്മാവാണ്. എല്ലാറ്റിനും കാരണഭൂതനായതുകൊണ്ട് പുരാണൻ എന്ന് പറയാം. എല്ലാറ്റിനും ആശ്രയമായതുകൊണ്ട് വാസുദേവനാണ്. അപ്പം എല്ലാം തുടങ്ങുന്നത് ഈശ്വരനിൽ നിന്നാണ്. ഈ ചൈതന്യത്തിൽ അകത്തും പുറത്തുമുള്ള നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, അതിൽ നിന്നെല്ലാം തുടങ്ങുന്നു. അതുകൊണ്ട് അത് നമ്മുടെ അമ്മയുമാണ് അല്ലേ. അതുകൊണ്ട് വാസുദേവൻ ആരാണ്? നമ്മൾ ആശ്രയിക്കുന്നു, നമ്മൾ അവനിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ആ ഈശ്വരൻ നമ്മുടെ അമ്മയാണ്. അതാണ് അമ്മേ നാരായണ. അമ്മേ നാരായണ.
എന്താ അമ്മേ നാരായണ എന്ന് പറയുന്നത്? ഭഗവതിയുടെ മുമ്പിൽ എന്നിട്ട് നമ്മൾ പറയും അമ്മേ നാരായണ, കൃഷ്ണന്റെ മുമ്പിൽ എന്നിട്ട് നമ്മൾ പറയും അമ്മേ നാരായണ. സാധാരണ ഒരു വീട്ടിൽ ചെന്നിട്ട് അച്ഛനെ അമ്മയുടെ പേര് പറഞ്ഞ് വിളിച്ചാൽ ദേഷ്യം വരുമോ? വരില്ലയോ? പക്ഷെ നമ്മൾ അമ്മേ നാരായണ എന്നാ പറയുന്നത് ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നത്. കാരണം നാരായണൻ ഈശ്വരനാണ്, ആശ്രയമാണ്. നാരായണന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായ ആ പത്മം, പൊക്കിൽ കൊടിയിൽ നിന്നാണ് ഒരു പത്മം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നു. ബ്രഹ്മാവ് സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മുത്തച്ഛനായ ബ്രഹ്മാവ് ഒരു വശത്ത്, അദ്ദേഹം എവിടെന്നാ വരുന്നത്? അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നത്, പ്രസവിക്കുന്നത് വാസുദേവനായ നാരായണനാണ്. കാരണം പൊക്കിൾ കൊടി ബന്ധം അമ്മയ്ക്കും കുട്ടിക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ആ പൊക്കിൾ കൊടി ബന്ധമാണ് ബ്രഹ്മാവ് അല്ലെങ്കിൽ സൃഷ്ടിയും ഈശ്വരനും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മേ നാരായണ എന്ന് പറയാം. ആ അമ്മയായിട്ടുള്ള വാസുദേവൻ, ആശ്രയമായിട്ടുള്ള വാസുദേവൻ, അതാണ് യഥാർത്ഥത്തില് ഈശ്വര ചൈതന്യം ഒന്ന് തിരിച്ചറിയണം. എന്നിട്ടോ ഈ ശരീരവും മനസ്സും ആത്മാവിലേക്ക് ഞാൻ കടക്കണില്ല. കാരണം ശരീരവും മനസ്സും ആത്മാവും കൂടിയുള്ള ഒരു ത്രികോണ ബന്ധമുണ്ട്. അതിൻ്റെ രസതന്ത്രം അടുത്ത സെഷനിൽ ഇവിടെ അവതരിപ്പിക്കാനുള്ളതുമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണണം. ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തിലൂടെ മനുഷ്യ മനസ്സിൽ നിന്ന് ഈശ്വര കാമനയെ ഇല്ലാതെയാക്കാൻ, തട്ടിയെടുക്കാൻ പോന്ന ഒരു ചോരനായിട്ടാണ് ഭരതൻ, ജഡഭരതൻ യഥാർത്ഥത്തിൽ മനസ്സിനെ കാണുന്നത്. അതുകൊണ്ട് മൗനത്തിലൂടെ, ഉൾവലിയലിലൂടെ യഥാർത്ഥ ഈശ്വരനെ കാണും. പോരാ, ഈ സംസാരം എന്ന് പറയുന്നത് ഘോരമായ ഒരു കാടാണെന്നും ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം, ഇപ്പം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ചാനലിലായാലും പേപ്പറിലായാലും റോട്ടിലേക്കായാലും നോക്കിയാൽ നമുക്കറിയാം. അദ്ദേഹം സംസാരത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒരു കാർഡ് തരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഭീതികളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കള്ളന്മാരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ട്, കീടങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ജീവിതത്തിൽ നിത്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ സമൂഹത്തിൻ്റെ ഒരു പഴയ ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ? സ്വാർത്ഥത, പരാന്നഭുക്കായിട്ട് ജീവിക്കുക, പിന്നെ കാമം, അർത്ഥം, ഇതിനു വേണ്ടി ജീവിക്കുക. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല. രക്ഷകനാകേണ്ട അച്ഛൻ തക്ഷകനായി മാറുന്നു. അമ്മയുടെ നഗ്ന ശരീരം മൊബൈലിലെടുത്തിട്ട് കാശിനു വേണ്ടി വിൽക്കുന്ന മക്കള്. ഇവിടെയാണ് മക്കള്. നേരത്തെ പറഞ്ഞു സന്തതി, നല്ല സന്തതി അല്ലാത്തിരിക്കുന്ന ഒരവസ്ഥ. എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഭാരതത്തിന്റെ പൈതൃകമോ ഈശ്വര അവബോധമോ ഇല്ലാതെ വളരുന്ന ഒരു തലമുറയുടെ നടുക്കയത്തിലാണ് നമ്മുടെ സമൂഹം. വളരെ ഭീതിതമായ ഒരു വഴിത്തിരിവിലാണ്. ഇനി ഭരണരംഗത്തേക്ക് പോയാലോ, അവിടെ എന്താണ്? അഴിമതി നടത്തുന്നവരൊക്കെ നമ്മൾ 2G എന്നോ CWG എന്നോ KGB എന്നോ പറഞ്ഞാൽ ജിയിൽ അങ്ങോട്ട് അവസാനിപ്പിക്കും, ബഹുമാനിച്ച് വിളിക്കും. ഇനി ചെയ്യുന്ന പ്രവർത്തനങ്ങളോ സർക്കാർ വഴിക്ക് പ്രീണനങ്ങളെ, വർഗീയ പ്രീണനങ്ങളെ, കഷണം വെട്ടുകയാണ് സമൂഹത്തിനെ. ജാതിയായും മതമായും കഷണം വെട്ടിക്കൊണ്ട് തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് കളിക്കുകയാണ്. നായ്ക്കുട്ടികൾ ഇങ്ങനെ കളിപ്പിക്കും. അതുപോലെയാണ് ചില തുഗ്ലക്ക് പരിഷ്കാരങ്ങളും പോരാത്തേനെ. ഈശ്വരനാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു. ആ ഈശ്വരനെ ഇന്ന് സർക്കാരും ജനങ്ങളും പുതിയ ആദർശവാദികളും കൂടിയിട്ട് കച്ചവട ചരക്കാക്കി മാറ്റി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പൊതു മുതലാക്കണമെന്ന് നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. ആരാ പറയണത്? ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിക്കുന്നവര്, ഒരിക്കൽ പോലും ഈശ്വര എന്ന് വിളിക്കരുത് എന്ന് അനുശാസിക്കുന്നവര്, ഈശ്വരനില്ല എന്ന് യുക്തിവാദത്തിന്റെ പിൻബലത്തിൽ സമർത്ഥിക്കുന്നവര്, ഈശ്വരനില്ല എന്ന് പറയുന്നവർ, ഈശ്വരൻ വേണ്ട എന്ന് പറയുന്നവര്, ഈശ്വരനെ തൊടാൻ അറയ്ക്കുന്നവര് പറയാണ് ഈശ്വരന്റെ സമ്പത്ത് ഞങ്ങൾക്ക് കൈക്കില്ല, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണം. എന്തിനാ? ഈശ്വരന്റെ മുതൽ പൊതു മുതലാക്കിയാല് പൊതുമുതൽ നശിപ്പിക്കാം. സർക്കാർ ബസ്സിന്റെ തിരുനെറ്റിക്ക് കല്ലെറിഞ്ഞിട്ടാണ് നമ്മളുടെ വിപ്ലവം നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ ഹരിശ്രീ കുറിക്കണത് അങ്ങനെയാണ്. അതുകൊണ്ട് കാട്ടിലെ മരം തേവരുടെ ആന എന്ന് പറഞ്ഞമാതിരി മുഴുവൻ നശിപ്പിക്കും. പക്ഷേ പത്മനാഭന്റെ അന്തസത്ത കണ്ടറിയാൻ ഇവരാരും മെനക്കെടുന്നില്ല. ശ്രീ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത്. ആ സങ്കല്പം യോഗേശ്വരനായ വിഷ്ണുവാണ്. ആ വിഷ്ണുവിൽ നിന്നാണ് ഈ സ്ഥിതി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ആദ്യ ബിന്ദുവാണ് പത്മനാഭൻ എന്നും അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ക്ഷേത്രത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമുള്ളൂ എന്ന് വിസ്മരിക്കുന്നവരാണ് ആൾക്കാർ. വളരെ വളരെ വലിയ ഒരു ദുർദശയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ സംസാരമാകുന്ന കാട്ടിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരതത്തിലെ അറിവിൻ്റെ മുത്തും പവിഴവും നമുക്ക് ഒരുപാടുണ്ട്. ഈ ജീവിതത്തിലെ, പൊതുജീവിതത്തിൽ ലൗകിക ജീവിതത്തിലും ഉള്ള പൊരുത്തപ്പെടലുകളാണോ വേണ്ടത്, അതോ
അവിടെ ധർമ്മത്തിൻ്റെ ഒരിത്തിരി വിത്ത് ഒരിക്കൽ കൂടി പാകാൻ ശ്രമിച്ചുകൊണ്ട് ഭാരതത്തെ ആ പൗരാണികമായ ലോകഗുരു സ്ഥാനത്തേക്ക് നടത്തണോ? നമ്മുടെ മക്കള്, നമ്മുടെ പേരക്കുഞ്ഞുങ്ങള് കുറെ കൂടി സന്തുലിതവും സമാധാനപരവുമായ ഒരു ഭാവിയിൽ ജീവിക്കണം. നമ്മൾ തീരുമാനിക്കണം. ഈശ്വരൻ മനസ്സിലുണ്ടായാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. കാളിയൻ്റെ അഹന്ത പോയി കഴിഞ്ഞിട്ട് കാളിയൻ്റെ മനസ്സിൽ ഈശ്വരൻ കടന്നപ്പോൾ അദ്ദേഹം പോയത് എവിടേക്കാണ്? രമണകം വ്രജവാരിധി മധ്യകം, സന്തോഷത്തിൻ്റെ രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് പോയത്. മഹാബലിയുടെ അഹങ്കാരം പോയി ഈശ്വരന്റെ പാദസ്പർശം അദ്ദേഹത്തിന്റെ ശിരസിലുണ്ടായപ്പോഴോ അദ്ദേഹം സുതലം എന്ന് പറയുന്ന സന്തുഷ്ട ലോകത്തേക്കാണ് പോയത്. എന്നും ഈശ്വരൻ, അതാണ് വ്യാസമഹർഷിയോ. വ്യാസമഹർഷി മഹാഭാരതം എഴുതിയിട്ട് ശാന്തി ഉണ്ടായില്ല, ശാന്തി പർവ്വം എഴുതിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ശാന്തി ഉണ്ടായത് എപ്പോഴാ? ഈശ്വരന്റെ ഭാഗവത കഥയുടെ ഭക്തിയുടെ ചന്ദനലേപ സുഗന്ധം പരത്തുന്ന ഭാഗവതം എഴുതിയിട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അറിവുകൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ അറിവുകൾ, അതിൻ്റെ പകർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ശാസ്ത്ര സാങ്കേതികതയുടെ ഉയരത്താണ്. ലൗകികമായ സുഖങ്ങൾ നമുക്കുണ്ട്. ഈ ശാസ്ത്ര സാങ്കേതികതയുടെ മുകളറ്റത്തേക്ക് നമ്മൾ കയറിയിട്ട് നേട്ടങ്ങളുണ്ട് എന്ന് അഭിമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്കാരം നമ്മളുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവ് ഈശ്വരാനുഭവവും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞിരുന്നു. 3 സുഹൃത്തുക്കൾ ഒരു ഫ്ലാറ്റിൻ്റെ 100ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ആ 100ാമത്തെ നിലയിൽ താമസിക്കുമ്പോൾ അവരൊരു ദിവസം കാറ് നിർത്തിയിട്ട് വന്നപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല, കറണ്ടില്ല എന്നിട്ട് ശരി കോണി നടന്നു കയറാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നു കയറുമ്പോൾ ഒരാൾ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു തമാശ കഥ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരു 50 നില കയറി. രണ്ടാമത്തെ ആൾ വേറെ ഒരു ആക്ഷൻ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപിയുടെയൊക്കെ കഥ മാറ്റിയൊരു കഥ. അങ്ങനെ 99ാമത്തെ നിലയിലെത്തി. ഇനി ഒരു നില ഒരാളും ബാക്കിയുണ്ട്. അപ്പോൾ അവസാനത്തെ ആൾ അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ തുടങ്ങുന്നത്. ഇവർ വിചാരിച്ചു വല്ല പ്രേതത്തിൻ്റെയും കഥയായിരിക്കുന്നു വിചാരിച്ചു. എന്താ, അയ്യോ റൂമിൻ്റെ താക്കോല് ഞാൻ താഴത്ത് കാറിൽ വെച്ച് മറന്നുപോയി. റൂമിൻ്റെ താക്കോല് കാറിൽ വെച്ച് 100 നില കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെയും സുഖത്തിൻ്റെയും ലോകത്തിലേക്ക് നമ്മൾ കയറുന്നു എന്ന് വ്യാമോഹിക്കുമ്പോൾ കൈമോശം വരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ താക്കോലാണ്. അടച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ് താഴെ നമ്മൾ. ഇതുകൊണ്ട് എന്താണ് കാര്യം? നമ്മൾ മനസ്സിലായി എന്തുണ്ടായിട്ട് എന്താ കാര്യം? സംസ്കാരം ഇല്ലാതെ എന്തുണ്ടായിട്ട്? ഇന്ന് സ്ത്രീ പീഡനത്തിൻ്റെയും മറ്റ് വൃത്തികേടുകളുടെയും നാട് എന്തുകൊണ്ടുണ്ടായി? ഈ സംസ്കാരവും മൂല്യബോധവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ഒരു പരിധിവരെ അറച്ചു എന്നുള്ളതാണ്. നമുക്ക് സാധിച്ചു. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ വളരെ വളരെ കാതങ്ങൾ പിന്നിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി ശാസ്ത്ര നേട്ടത്തിൻ്റെ പറയുമ്പോൾ പറയും 2 ആഴ്ച മുമ്പ് പേപ്പറിലുണ്ടായിരുന്നു വ്യാഴത്തിൽ ജീവൻ ഉണ്ടത്രേ, നമ്മളും കൈയടിച്ച് പാസ്സാക്കി. ആയി ശാസ്ത്രം ദേ കയറി. ജ്യോതിഷത്തിൽ വ്യാഴം എന്നുള്ള പദത്തിന് അർത്ഥം പര്യായം തന്നെ ജീവൻ എന്നാണ്. ജീവൻ എന്നുള്ള വാക്കാണ് വ്യാഴത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ജീവൻ എന്ന് പറഞ്ഞാൽ വ്യാഴം ആണെങ്കിൽ വ്യാഴത്തിന് ജീവൻ അല്ലാണ്ട് പിന്നെന്താ ഉണ്ടാവുക? ചന്ദ്രൻ ജലമയനാണ്, ശാസ്ത്രം കണ്ടുപിടിച്ചു. എല്ലാവരും കൂടി റോക്കറ്റിൽ മാതൃവേഗം വിട്ട് കറങ്ങിയടിച്ച് പോയിട്ട് കണ്ടുപിടിച്ചു ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന്. ജ്യോതിഷം എന്താ പറയണേ? ചന്ദ്രൻ ജലമയനാണ്. ഭൂമിയെ മാതിരിയുള്ള ചില കാര്യങ്ങളും ജീവിക്കാനുള്ള സ്ഥിതിയും ഒക്കെ ചൊവ്വയിലുണ്ടാ പറഞ്ഞു. ചൊവ്വ ആരാ? കുജൻ എന്ന് പറഞ്ഞാൽ ഭൗമനാണ്. കൂ എന്ന് പറഞ്ഞാൽ ഭൂമി, കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുണ്ടായവൻ, ഭൗമൻ. ഇതാണ് സംസ്കൃതത്തിൽ അതിൻ്റെ വാക്കുകൾ തന്നെ. ഭൂമിയിൽ നിന്നുണ്ടായ ഒരു സംഭവത്തിന് ഭൂമിയുടെ സ്വഭാവം അല്ലാണ്ട് പിന്നെ ആരുടെ സ്വഭാവം ഉണ്ടാവുക? അച്ഛൻ്റെ സ്വഭാവമല്ലേ കുറച്ചൊക്കെ മക്കൾക്ക് കിട്ടുക, അയൽപക്കക്കാരൻ്റെ ആവില്ലല്ലോ. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ അറിവുകളുണ്ട്. ഈ അറിവുകളെ കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇന്നും പാശ്ചാത്യർക്ക് വേണ്ടിയിട്ട് തോറ്റം പാട്ടുമായിട്ട് നടക്കുകയാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പത്ത് ഇത് ഭാരതത്തിന്റെ സമ്പത്താണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ സമ്പത്ത് അന്യം വരാതെ സൂക്ഷിക്കുക മാത്രം പോരാ, ഈ സമ്പത്ത് തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുക ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ സംസ്കാരത്തെ ജാജ്വല്യമാനമാക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു നിരന്തരമായ സമീപനം നമുക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് 4 വയസ്സ് തികഞ്ഞില്ല. അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവസാനം അവൾ ഇങ്ങോട്ട് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ അവളൊരു കഥ പറഞ്ഞതും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കല്യാണി ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. വികൃതി കുട്ടിയാണ്, അന്തൂല്യ കുന്തൂല്യ എന്നാണ് അവൾ തന്നെ പറയുക. അന്തൂല്യ കുന്തൂല്യ കല്യാണിക്ക് എന്നാണ് അവൾ തന്നെ പറയുക. പക്ഷെ കല്യാണി ഒരു കഥ പറഞ്ഞു. ഒരാളിങ്ങനെ പോവുമായിരുന്നു, അവളുടെ ഭാഷയിലാണ് ഞാൻ പറയണം. ഒരാളിങ്ങനെ പോവുമായിരുന്നു സൈക്കിളിമ്പിൽ. ആ പോകുമ്പോൾ ഒരു പാലം ഇങ്ങോട്ട് കടന്നു. പാലം കടന്നപ്പോൾ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു. പുഴയിൽ കുറേ മീനുണ്ടായിരുന്നു. അപ്പം ഇയാൾ മീനിനെയൊക്കെ പിടിച്ച് കൊട്ടയിലിട്ടു. ചെന്നിട്ടോ അപ്പം മീനുകളൊക്കെ കരയാൻ തുടങ്ങി. ഇമ്പാട്ടി രക്ഷിക്കണേ പറഞ്ഞ് കരഞ്ഞു. എന്നിട്ടോ അപ്പോൾ അവളെ കഥ അവിടെ നിർത്താൻ പോവുകയാണ്.
അപ്പം എന്നിട്ടോ ചോദിച്ചപ്പോൾ അവൾക്കൊരു വാശി. അപ്പോൾ അവൾ പറഞ്ഞു, അപ്പം ദൈവം മുകളിലല്ലേ, ദൈവം മുകളിലിരുന്ന് താഴത്തേക്ക് മീനുകളുടെ കരച്ചിൽ കേട്ട് നോക്കി. പക്ഷേ അന്ന് രക്ഷിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ദൈവം. അതുകൊണ്ടും പാട്ടി ആരെയും രക്ഷിച്ചില്ല, മീനുകളൊക്കെ ചത്തു. ഇത്രയേ ഉള്ളൂ കഥ. ദൈവം അന്ന് രക്ഷിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടി എവിടുന്നൊക്കെയോ കേട്ടത് സിസ്രാൻ പേസ്റ്റ് ഒത്തിച്ച് ചേർത്ത് വെച്ച കഥയായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ പെടാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ലിസ്റ്റിൽ പെടാൻ സാധിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലിസ്റ്റിൽ പെടണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് വിളിക്കണം. അങ്ങോട്ട് വിളിക്കാൻ സാധിക്കണം നമുക്ക്. അതുകൊണ്ട് സപ്താഹത്തിലൂടെ രാമായണത്തിലൂടെയൊക്കെ നമ്മൾ ഈശ്വര സാന്നിധ്യത്തിൻ്റെ സ്നിഗ്ധത മനസ്സിലാക്കണം. അരി വാർക്കുമ്പോൾ വല്ലപ്പോഴും ഒരു വറ്റ് കഞ്ചിയുടെ വെള്ളത്തിൽ ചാടുന്നത് പോലെ ഈ പ്രവചനങ്ങളിൽ നിന്നൊക്കെ എവിടെയെങ്കിലും ഒരു വറ്റ്, അറിവിൻ്റെ ഒരു വറ്റ് നമുക്ക് കിട്ടുമ്പോൾ അതൊരു കനൽ പോലെ, ചാരമൂടിയ കനൽ പോലെ സൂക്ഷിച്ച് പിന്നീട് അതിനെ ഊതി ഉണർത്താൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ആ ഒരു കൗതുകം ജനിപ്പിച്ചാൽ അടുത്ത തലമുറ ഒരുപക്ഷെ ഈ സാംസ്കാരിക ധാരയിലേക്ക് തിരിച്ചു വന്നേക്കും. ഇന്ന് അതിഭീകരമായ ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന്, തീവ്രമായ ലൈംഗിക ദാഹത്തിൽ നിന്ന്, കൊല്ലുന്ന മോഹത്തിൽ നിന്ന്, ആർത്തിരമ്പുന്ന ആർത്തിയിൽ നിന്ന്, പൊരിയുന്ന വികാരത്തിൽ നിന്ന് ഒരു ജനതയെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട്, അവർക്ക് നേർക്കാഴ്ച നൽകാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് പ്രതീക്ഷയ്ക്ക് ഇനിയും വഴിയുണ്ട്. തിരുനാവായയിൽ പണ്ട് പെരുന്തച്ഛനുണ്ടാക്കി വെച്ച ഒരു കൽവിളക്കുണ്ടായിരുന്നു. ഒരിക്കലും ഏത് കാറ്റിലും കെടാത്ത ദീപവുമായി നിൽക്കുന്ന കൽവിളക്ക്. ആ കൽവിളക്ക് ഇന്നില്ല. പക്ഷെ ഉണ്ടായിരുന്ന കാലത്ത് ആ കൽവിളക്കിലെ തിരി കെടാതെ നിന്നിരുന്ന, കാറ്റുകളിൽ കെടാതെ നിന്നിരുന്നത്, അതിനും 6.5 കിലോമീറ്റർ അപ്പോഴത്തെ പട്ടർ നടക്കാവിൽ വലിയ ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട്. 6.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ വലിയ ശിലയാണ് യഥാർത്ഥത്തിൽ ഒരു റിമോട്ട് കൺട്രോളായിട്ട് ഈ വിളക്കിനെ കെടാതെ സൂക്ഷിച്ചിരുന്നത്. കൽവിളക്ക് നശ്വരമാണ്, അത് വീണുപോയി. പക്ഷേ കൽവിളക്ക് ഇനിയും ഉണ്ടാക്കിയാൽ ഇനിയും ഒരു കെടാവിളക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ആ ശില, ആ സ്മാരകശില ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആ സ്മാരകശില, ഭാരതത്തിൻ്റെ സാംസ്കാരിക സത്ത, അനശ്വരമായ ആ സത്ത നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വരും തലമുറയെങ്കിലും ഒരിക്കൽ കൂടി സംസ്കാരത്തിൻ്റെ നന്മയിലേക്ക് തിരിച്ചു പോകും, ആധ്യാത്മികതയുടെ പടവുകൾ കയറും. ഈ ഒരു പ്രതീക്ഷ ഒരു പ്രാർത്ഥനയായി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കുകയാണ്. എൻ്റെ വാക്കുകളിൽ പതിരുള്ളത് മുഴുവൻ ഈശ്വര ചൈതന്യത്തിൻ്റെ മുന്നിലും എനിക്ക് ഊർജം തന്ന, എനിക്ക് മുഖം തന്ന നിങ്ങളുടെയൊക്കെ മുന്നിലും സമർപ്പിക്കുകയാണ്. തെറ്റുകൾ പൊറുത്തുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ സംഘാടകരോട് എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഹിന്ദു ധർമ്മയ്ക്ക് ജയ്.